എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. നിങ്ങൾ അറിഞ്ഞു, നമ്മുടെ വൈറൽ വീഡിയോ നായിക ഷിംജിത മുസ്തഫയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നു. നിങ്ങൾ അറിഞ്ഞായിരുന്നു എന്തൊക്കെയാണെന്ന്? പയ്യന്നൂർ രാമന്തളി റൂട്ടിലോടുന്ന അൽ അമീൻ എന്ന ബസ്സിൽ വെച്ച് തനിക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ എടുക്കുകയും അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അപ്ലോഡ് ചെയ്യുകയും ആ വീഡിയോ വൈറലാവുകയും ചെയ്തതിനെ തുടർന്ന് കുറ്റാരോപിതനായ കോഴിക്കോട് അത്തോളി സ്വദേശി ദീപക് എന്ന 41-കാരൻ ആത്മഹത്യ ചെയ്യുകയും ഇതിനെ തുടർന്ന് സമൂഹത്തിൽ എല്ലാവരും ഒരേ രീതിയിൽ ശബ്ദമുയർത്തുകയും ഷിംജിതയ്ക്ക് നേരെ ഒരേ രീതിയിൽ ശബ്ദമുയർത്തുകയും ധാരാളം കേസ് പോവുകയും ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഷിംജിത. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഷിംജിതയെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് റിമാൻഡിലാവുകയും ചെയ്തു. റിമാൻഡ് റിപ്പോർട്ട് ഇങ്ങനെയാണ്: ബസ്സിൽ വെച്ച് ദീപകിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 7ഓളം വീഡിയോകൾ ഷിംജിത എന്ന കൊലസ്ത്രീ തൻ്റെ മൊബൈലിൽ ചിത്രീകരിച്ചിട്ടുണ്ടത്രേ. ചിത്രീകരിച്ച ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അപ്ലോഡ് ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്രേ. പോസ്റ്റ് ഗ്രാജുവേറ്റും അസിസ്റ്റന്റ് പ്രൊഫസർ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ പ്രതി മലപ്പുറം അരീക്കോട് പഞ്ചായത്തിലെ മുൻ മെമ്പറായിരുന്നത്രേ. കൂടാതെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിക്ക് നിയമത്തെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്തെങ്കിലും വിധത്തിൽ ദുരനുഭവം ഉണ്ടായാൽ അത് പോലീസ് സ്റ്റേഷനിലോ നിയമാധികാരികളെയോ വിവരം അറിയിക്കാതെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചാൽ പ്രസ്തുത കുറ്റാരോപിതൻ വീഡിയോ കണ്ട് ആത്മഹത്യ ചെയ്യുമെന്ന് വ്യക്തമായ അറിവും ബോധവും പ്രതിക്കുണ്ട്. ദുരനുഭവം നേരിട്ടെന്ന് പറയുന്ന പ്രതി താമസിക്കുന്ന വടകരയിലോ സംഭവം നടന്ന പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലോ അധികാരപ്പെട്ട നിയമ കേന്ദ്രങ്ങളിലോ ഇതുമായി ബന്ധപ്പെട്ട് ഷിംജിത പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. സംഭവം നടന്നുവെന്ന് പറയുന്ന ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദീപക്കും പ്രതിയും ബസ്സിൽ കയറിയതും അസ്വാഭാവികമായി യാതൊന്നും നടന്നിട്ടില്ലെന്നും ഇതിൽ വ്യക്തമാണ്. ബസ് സ്റ്റോപ്പിൽ എത്തിയ പ്രതിയും ദീപക്കും വളരെ സ്വാഭാവികമായി തന്നെയാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും അസ്വാഭാവികമായി ബസ്സിൽ യാതൊന്നും നടന്നിട്ടില്ല എന്ന് സാധൂകരിക്കുന്ന മൊഴിയാണ് ബസ് ജീവനക്കാരിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ ഷിംജിത മുസ്തഫ എന്ന പ്രതിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും കുന്നമംഗലം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് ഷിംജിത മുസ്തഫ എന്ന വൈറൽ വീഡിയോക്കാരിയെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. സത്യത്തിൽ എന്തെങ്കിലും കാണിച്ച് വീഡിയോ എടുത്ത് വൈറലാകാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഒരു പാഠമാണ്. നമ്മൾ എന്തെങ്കിലും ലക്ഷ്യത്തിനായിട്ട് പുറപ്പെടുമ്പോൾ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നതിനപ്പുറം ലക്ഷ്യവും മാർഗവും നല്ലതായിരിക്കണം. എങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമുക്ക് സമാധാനത്തോടെ ആ ലക്ഷ്യത്തിലെത്തിയ ആത്മസംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പശ്ചാത്തപിക്കേണ്ടി വരും. ഷിംജിതയുടെ ഈ ഒരു വീഡിയോ കാരണം അനാഥമായത് ഒരു കുടുംബമാണ്. ഇനിയും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നിരിക്കും. എല്ലാവർക്കും ബൈ.